അതെ, ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ ഇങ്ങനെ കണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ രേണു സുധി ബിഗ് ബോസിൽ കരയുന്നു. അപ്പം ഞാൻ പുള്ളിക്കാരി ഇങ്ങനെ കരയുന്നതെന്ന് വെച്ചാൽ പോയി വീഡിയോ ഫുള്ള് ഞാൻ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഒരു ഗെയിമിൻ്റെ ഭാഗമായിട്ട് അനുമോള് പറഞ്ഞു ഇവിടെ ഏറ്റവും കൂടുതൽ വൃത്തിയില്ലാത്തത് അനുവിന് തോന്നിയത് രേണു സുധിയാണെന്ന്. അത് കേട്ടപ്പോൾ അത് കാരണം പറഞ്ഞത് തലയിൽ നിറച്ച് പേനാണ്, മുഴുവൻ ഇങ്ങനെ മുഖത്തൂടെയൊക്കെ ഇറങ്ങി വരുന്നു എന്ന് പറഞ്ഞു. അത് പറഞ്ഞത് പുള്ളിക്കാരിക്ക് സങ്കടമായി, വിഷമമായി പോയി. അത് അങ്ങനെ പബ്ലിക്കായിട്ട് പറയാൻ പാടില്ല, മാറ്റി നിർത്തി പറയണമായിരുന്നു. എല്ലാവരുടെ കാര്യങ്ങളും അങ്ങനെയാണ് വരണു. എല്ലാവരെയും വിഷമിക്കുക. നമ്മൾ ഒരാളുടെ കുറ്റവും കുറവും പറയുമ്പോൾ നമ്മൾ കൊടുക്കുന്നത് നമുക്ക് തിരിച്ചു കിട്ടും. കുറച്ച് നാൾ മുന്നേ രേണു അങ്ങനെ ഒരാളെ കുറ്റം പറഞ്ഞത് അയാളുടെ വർക്കിനെ ബാധിച്ച്. ശരിയോ തെറ്റോ, അയാളുടെ ഭാഗത്ത് തെറ്റുണ്ടോ ഇല്ലയോ ഒന്നും അറിയാം. പക്ഷെ രേണുവിനത് അയാളെ മാറ്റി നിർത്തി അല്ലെങ്കിൽ അയാളോട് പറയാൻ ചെയ്യിപ്പിക്കാമായിരുന്നു, അല്ലെങ്കിൽ അത് ഒഴിവാക്കാമായിരുന്നു. അത് ഇത്രയും പബ്ലിക്കായിട്ട് പറഞ്ഞപ്പോൾ അവർക്കവിടെ എന്തോരം ബുദ്ധിമുട്ടുണ്ടായി. ഇതിപ്പോൾ രേണുവിന് ബുദ്ധിമുട്ടുണ്ടാവേണ്ട കാര്യമില്ല. ഇത്രയും ലോകം മൊത്തം ആൾക്കാർ കാണുന്നതാണെന്ന് പറയട്ടെ. ലോകം മൊത്തം ആൾക്കാർ കാണും. അതൊരു ഗെയിമാണ്. അവിടെ ഒരാളെ മാത്രമല്ല പലരെയും വൃത്തിയില്ലാത്തവരെന്ന് പറഞ്ഞു. അവർക്കാർക്കും ഇല്ലാത്ത പ്രശ്നം രേണുവിന് ഉണ്ടാവേണ്ട കാര്യമില്ല. പിന്നെ പേനിൻ്റെ കാര്യം, അത് കളഞ്ഞാൽ ഒരു ഷാമ്പു വാങ്ങിച്ച് കളയോ, ട്രീറ്റ്മെൻ്റ് ഒന്നും എടുക്കേണ്ട കാര്യമില്ല. തലയിൽ നന്നായിട്ടൊന്ന് കുളിച്ചാൽ പോകുന്ന കാര്യങ്ങൾ, നന്നായിട്ട് 2 ദിവസം അടുപ്പിച്ച് ഷാമ്പു വെച്ചിട്ട് കുളിച്ചാൽ അതങ്ങ് പൊയ്ക്കുള്ളൂ. അതിന് വിഷമിക്കേണ്ട കാര്യമില്ല. പിന്നെ അനു പറഞ്ഞത് എനിക്ക് തെറ്റായിട്ടൊന്നും തോന്നുന്നില്ല. അനു ഗെയിം കളിക്കാൻ വേണ്ടി പറഞ്ഞു. ബിഗ് ബോസ് അങ്ങനെയാണ്. ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ അവിടെ മെൻ്റലി ഫിസിക്കലി ഒക്കെ നമ്മൾ നല്ല എഫേർട്ട് ഇട്ട് അവിടെ നിന്നാലേ പറ്റുള്ളൂ. എതിരാളികൾ പല രീതിയിലും നമ്മളെ തോൽപ്പിക്കാൻ നോക്കും. അല്ല, രേണുവിനോട് പ്രത്യേകിച്ച് അവിടെ ഒരു ഇതുമില്ല. രേണു വിധവയാണ്, 2 കുട്ടികളെ വളർത്താൻ നടക്കുന്നതാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതൊക്കെ നേരത്തെ ഇതിനേക്കാളും അപ്പുറം ബിഗ് ബോസിൽ പോയിട്ട് ഫൈറ്റ് ചെയ്ത് നിന്നവരുണ്ട്. അങ്ങനെ നിൽക്കുന്നവർക്ക് മാത്രമേ വിജയിക്കാൻ പറ്റൂ. അല്ലാത്തവർ പെട്ടിയും കിടക്കി എടുത്തെങ്കിൽ പോരണം. ചെറിയ കാര്യത്തിന് അയ്യോ ഞാൻ പോണേ, എന്നെ പറഞ്ഞുവിടെ, എനിക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കാനൊന്നുമില്ല. തല നന്നായിട്ട് കഴുകു, 2-3 ദിവസം അടുപ്പിച്ച് കുളിച്ചാൽ മതി. അപ്പോൾ പേനെല്ലാം പൊക്കോളും. അല്ലാണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. അത് കണ്ടപ്പോൾ എനിക്ക് ചിരി വന്നിങ്ങനെ, എനിക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കണം, വീട്ടിൽ പോകണം എന്ന് പറയുന്നില്ല. ഗെയിമാണ്, ബിഗ് ബോസാണ്. അപ്പോൾ അവിടെ കളിക്കണം, ഗെയിം കളിക്കണം. അല്ലാണ്ട് വെറുതെ നിന്നിട്ട് കാര്യമുണ്ടോ? അവിടെ ആർക്കും ഒരു പ്രത്യേകിച്ച് കാർഡൊന്നും വെച്ചിട്ട് കാര്യമില്ല. സഹതാപത്തിന് ഇങ്ങനെ കുറേ പേരൊക്കെ സപ്പോർട്ട് ചെയ്യും. കുറേ കഴിയുമ്പോൾ അവർക്കും മടുക്കും, ഇല്ലേ? കുറ്റമല്ല, ഇത് നോർമലായിട്ട് നമ്മൾ കാണുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു കാര്യമാണ്. എല്ലാവർക്കും തോന്നുന്നത് എപ്പോഴും ഇങ്ങനെ ഇന്നാൾ എന്തോ അക്ബർ എന്തോ അങ്ങനെ വിളിച്ചു എന്ന് പറഞ്ഞിട്ട്, അയാൾ വിളിച്ചത് അയാളുടെ ഇതാണ്. അവിടെയും ഫൈറ്റ് ചെയ്താണ് നിൽക്കാവുള്ള. ഗെയിം എന്ന് പറയുമ്പോൾ അവിടെയും ഫൈറ്റ് ചെയ്ത് നിൽക്കണം. അതിനാണ്. അല്ലാതെ ചെറിയ കാര്യങ്ങൾക്ക് കളഞ്ഞിട്ട് ഇതൊക്കെ കഴിഞ്ഞ സീസണിൽ ജാസ്മിനൊക്കെ എന്തോരം ആൾക്കാർ പറഞ്ഞൊന്നുമില്ല. അതൊക്കെ നന്നാ ഫൈറ്റ് ചെയ്ത് അടിപൊളിയായിട്ട് നിന്നില്ല. അതേപോലെ ഉള്ളൂ, അത്രേ ഉള്ളൂ. അതുപോലെ നിൽക്കുക. പിന്നെ പേനൊക്കെ നന്നായിട്ടൊന്ന് കുളിച്ചാൽ അത് പോവല്ലേ. എനിക്ക് എന്തായാലും കുറേ ചിരിക്കാറുണ്ടായിരുന്നു. ഒരാളുടെ കരച്ചിലുണ്ട ചിരി തോന്നുന്നത്. കാര്യം തലയിൽ പേരുള്ളത്, അത് പറഞ്ഞത് ഉള്ളതല്ലേ, സത്യമല്ലേ. സത്യം പറയുമ്പോൾ എന്തിനാണ് കരയുന്നത്?